കടന്നലുകളിലെ മൂത്ത കടന്നലുകൾ ഇങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണ തുടർച്ചയ്ക്ക് അതൊരു പ്രതിസന്ധിയാകുമോ? പ്രതിസന്ധിയല്ല ആവുക, ഇവരുടെ ഊർജ്ജം ഒന്നുകൂടെ ഉയർത്താനാണ് ഇത് ഉപകരിക്കുക ഇത്തരം വാർത്തകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വാർത്തകളെ ഞാൻ തള്ളിക്കളയുന്നില്ല കേട്ടോ. അതായത് ഞാൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നുണ്ട് ഈ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാകാം, അല്ലാതെ വാർത്ത അങ്ങനെ വരുമൊന്നുമില്ല. അതായത് ഇപ്പോൾ നികേഷ് കുമാറിൻ്റെ ഇടപെടലിൽ മറ്റു ചില മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടാകാം എന്നതൊന്നും ഒരു സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായി വരുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകും. മനുഷ്യർ കൂടിച്ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. ഇപ്പം നികേഷ് കുമാർ എത്രയോ കാലമായിട്ട് മാധ്യമപ്രവർത്തകനായിരുന്നു. അത് പാർട്ടി മാധ്യമങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ഏഷ്യാനെറ്റ് തൊട്ട് തുടങ്ങി ഇന്ത്യ വിഷൻ തൊട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റ് കരിയർ നമുക്ക് മാത്രമല്ല നാട്ടുകാർക്ക് കാണുന്ന ആൾക്കും അറിയാം. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു പാർട്ടിയുടെയും ഈ സംവിധാനങ്ങൾക്കകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷേ അതേസമയം പാർട്ടിയുടെ ജിഹുകളായിട്ടുള്ള ഇപ്പോൾ CPM-ൻ്റെ ജിഹുകളായിട്ടുള്ള ദേശാഭിമാനി എന്ന് വെച്ചാൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആ പാർട്ടിയോടും പാർട്ടിയുടെ ആശയങ്ങളോടും കൂടെയുള്ള വലിയ അടിയുറച്ച ഡെഡിക്കേഷൻ കൊണ്ട് അതിനകത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ദേശാഭിമാനിയിലെ ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെലിവിഷൻ ചാനലിലെ ന്യൂസ് എഡിറ്റർ പോലെയല്ല. പത്രങ്ങളിലെ ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ പത്രങ്ങളിലെ ചാനലുകളിൽ വലിയ പൊസിഷനിലുള്ള പോലെ അത്രയ്ക്ക് സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ അവരവിടെ ന്യൂസ് എഡിറ്റേഴ്സായിട്ട് റിട്ടയർ ചെയ്ത് പോയിരിക്കുന്ന ചില ആളുകൾ അവർ കൂടെ ചേർന്നൊരു സംവിധാനമായിട്ടാണ് ഈ സൈബർ മേഖല വർക്ക് ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയില്ല പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതിനകത്ത് മുൻകാലത്തില്ലാതിരുന്ന നികേഷ് കുമാർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുകയും CPM-ൻ്റെ ഭാഗമാവുകയും സൈബർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് മനുഷ്യർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ എവിടെയല്ലാത്തത് ഏത് സ്ഥാപനത്തിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വർത്താനമൊക്കെ ഉണ്ടാവും. ഇവിടെ വർത്താനം ഉണ്ടായിട്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളടക്കം കൊടുത്ത വാർത്ത വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് അവരെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ അതിൽ തന്നെ ES സുഭാഷ് വന്നിട്ട് നിഷേധിച്ചിട്ടുണ്ട്. വൈകുന്നേരമായപ്പോൾ നിഷേധം സ്വാഭാവികമായിട്ടും വരും എന്ന് നമ്മൾ ആ വാർത്ത കൊടുത്തപ്പോൾ തന്നെ അടുത്തായ നിഷേധം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാർത്ത അവതരിപ്പിച്ച് നിർത്തിയത്. അപ്പോൾ അതുണ്ടാവും. പക്ഷേ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാവും നമ്മൾ വിചാരിക്കേണ്ട.